അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുതോളൂ. ചിരിക്കരുതേ. 2 ദിവസത്തിന് മുന്നേ ഞാൻ, ബിച്ചു, മനു ഞങ്ങൾ 3 പേരോട് ഒരുമിച്ചിരുന്ന് രേണുവിനെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ളൂ മക്കളെ, സന്തോഷമായി. അതായത് വളരെ മാന്യമായിട്ടുള്ള രീതിയിലായിരുന്നു രേണുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രേണു എന്നാൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുകയാണ്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. പ്രധാനമായിട്ട് എന്നെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യം, പുള്ളിക്കാരത്തിക്ക് എന്റെ പേരറിയത്തില്ല. പുള്ളിക്കാരത്തി ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഡാനി സത്യനാണ് എന്നാണ്. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അത് തമാശ. മോനേതാ? അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റ് നീക്കെ വായിച്ചിരുന്നു. പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ അതിനൊക്കെ കമന്റ് വായിക്കുന്നത്. ഈ കമന്റിനെ പറ്റി പറയുമ്പോഴേ ആദ്യം രേണുവിന്റെ കമന്റ് എടുത്ത് നോക്ക്. നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? പിന്നെ അത് കേട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് ചെയ്തോണ്ടിരിക്കാൻ പൂരത്തെറിയാ വന്നിരുന്ന ആൾക്കാർ വിളിക്കുന്നത്. ഞങ്ങളെയൊക്കെ പറ്റിയിട്ട് കൂടി പോയി കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ പറയായിരിക്കും. പക്ഷെ രേണുവിനെ പറ്റിയിട്ട് പറയാൻ തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ, കേരളത്തിൽ 90% ആൾക്കാർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിക്കത്തുള്ളൂ. 100% ഞാൻ യോജിക്കുന്നു. സോ അതുകൊണ്ട് സ്വന്തമായിട്ട് നന്നാകും, എന്നിട്ട് ബാക്കിയുള്ളവർ നന്നാക്കും. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? എടാ, നാണമില്ലേടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്നും ഡാനി സത്യനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ, നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ ഇടണം, തീർച്ചയായിട്ടും ഇടണം. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ. ഇട്ടില്ലെങ്കിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്. നിങ്ങൾ ഇത്ര കൂടി ധൈര്യത്തോടെ പറയുന്നുണ്ടല്ലോ ഞാൻ ഇനിയും വിട്ടുവിടാ, ഞാൻ ഇനിയും കാണിക്കുമെന്ന്. പിന്നെ എന്താ ഉണ്ടാക്കാനാ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുന്നേ? ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? അത്യാവശ്യം വിവാദമാവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ നൈസായിട്ട് അതിൽ നിന്ന് അങ്ങ് മുക്കുവാണ്. എന്റെ ഈ അന്ന സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തൊപ്പി വെച്ചത് ഡാനി സത്യനാന്ന് തോന്നുന്നുണ്ടെന്ന്. അയ്യാ, എന്തായാലും ഡാനി സത്യന്റെ അതുലിന്റെ ഫേസ് മാത്രമേ ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള ആരെ പറ്റിയിട്ട് ഓർമ്മയില്ല. കാര്യം ഏറ്റവും കൂടുതൽ അവരുടെ കയ്യിൽ ഇരുന്നാ കിട്ടിയിട്ടുള്ളത്. കേസ് കൊടുക്കാനായിട്ടൊക്കെ പോയത്, എന്നിട്ട് ഒന്നും നടന്നിട്ടുമില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തായാലും ധൈര്യമായിട്ട് എക്സ്ക്ലൂസീവ് വിട്ടു, അതിനകത്ത് ഒരു പ്രശ്നവുമില്ല. ഞങ്ങളെ തോപ്പിക്കാനായിട്ടാണോ നിങ്ങൾ എക്സ്ക്ലൂസീവ് ഇറക്കുന്നത്? എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അത് അതിനെക്കാട്ടി വലിയ കോമഡി. ഇത് കണ്ട് ആസ്വദിക്കുന്ന ബേബി കുറെ ആൾക്കാർ കാണുമായിരിക്കും, രേണുവിന്റെ ആരാധകരായിട്ടുള്ള. അവരൊക്കെ എന്തുകൊണ്ട് ആരാധിക്കുന്നതെന്ന് അറിയോ? അവർക്കൊന്നും ഇങ്ങനൊന്നും ലൈഫിൽ ചെയ്യാൻ പറ്റാത്തതിന്റെ ഫ്രസ്ട്രേഷനാ. അല്ലാതെ സാമാന്യ മര്യാദയുള്ള ആരെങ്കിലും ഈ പറയുന്ന സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യണം, പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായി? അതെ അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്, ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്. അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീക്ക് വട്ടാണല്ലേ? എന്നോട് ഒരുപാട് പേര് എങ്ങനെ ചോദിക്കുന്നു, അതെന്താ? ഇനി ഇട്ടോണ്ടിരിക്കടാ, ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീക്ക് നിന്റെ കാര്യം നോക്കും. എടീ, വേലി ചാടിയ പശു കോലുകൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ട്, അപ്പൊ നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ട ഞാനങ്ങ് നിർത്തുന്നാണോ വിചാരം? എടാ, നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. നിർത്തത്തില്ലടാ, ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്തു. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. നീ എക്സ്ക്ലൂസീവ് ഇടിയോ ഇടാതിരിക്കോ എന്തോ ചെയ്യും. നാണോ മാനോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നിനക്കില്ലെന്ന് വെച്ചിട്ട് ഞങ്ങളെന്താ വേണം? ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുതെന്ന്? നിങ്ങൾ തീർച്ചയായിട്ടും ഇടണം. കാര്യം നിങ്ങളുടെ ഒരു റിയൽ ക്യാരക്ടർ എന്താണെന്ന് സമൂഹം മനസ്സിലാക്കണം. ഇത്രേ നമ്മളെല്ലാരും മീൻ ചെയ്തിട്ടുള്ളൂ.
അങ്ങനെ ഈ റോളും നഷ്ടമായി. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.